ഹായ്, വെൽക്കം ബാക്ക് ടു സയൻസ് പസ്യൂട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു കുക്കിംഗ് ആട്ടോ. അപ്പോൾ എന്താ പറയുക, ഓസ്ട്രേലിയൻ ബീഫ് കിട്ടിയിട്ടുണ്ട്. അത് അടിപൊളി സംഭവമാണ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ ഓൾറെഡി കിച്ചണിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടിയാണ് അത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ചെറിയൊരു ആ ഒരു വ്ളോഗും ആ ഒരു സീരീസും എല്ലാം കൂടെ നമുക്ക് കാണാം കേട്ടോ. നല്ല രസമുണ്ട് ഒരു കുക്ക് ചെയ്യുന്ന കാണാൻ. പക്ഷെ അതിനേക്കാൾ രസമായിരുന്നു കഴിക്കുന്നത് കേട്ടോ. അങ്ങനെയല്ല, ചെറിയ തീമിട്ടാ മതി. ആ ഷെഫുണ്ട്, ഞാൻ നിൽക്കണില്ല. കുരുമുളക് ഇങ്ങനെ അപ്പുറം കുഴച്ചിടില്ല, അത് മേലെ വിതറലല്ലേ? കൂട്ടിയില്ല. എന്തായാലും ഇന്ന് അവരാണ് കിച്ചൺ ഏറ്റെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അവരാണ് വെയിറ്റ് ചെയ്യാം. അതിനകത്ത് ഞാനിങ്ങനെ എന്താ പറയുക, ഇടയ്ക്ക് കൂടെ ഈ ഫോണൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് വീഡിയോ എടുക്കാനൊക്കെ. സംഭവം നല്ല രസമുള്ള ഒരു കുക്കിംഗ് അപാരത തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നത്. അറ്റ് ലാസ്റ്റോ എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് ഇതിൽ മെയിൻ ഷെഫ് പറഞ്ഞു, മക്കളെ ഇങ്ങനെയൊന്നും വല്ലായിരുന്നു സംഭവം, എന്തായാലും സംഭവിച്ചു പോയി, ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇടാം. കാരണം അപ്പുറത്തെ സൈഡിൽ നമ്മളുണ്ട്. ഉപ്പ് മാത്രം ഇട്ടാൽ തന്നെ ടേസ്റ്റ് ആണ്. വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വീണ്ടും ഇടാം. എല്ലാം ഒന്നുകൂടി മറിച്ചിട്ട് അതിന്റെ മേലെ കുരുമുളക് ഒന്നുകൂടി ഇടണം. ചെരുപ്പ് ഗ്രില്ലടിച്ചിട്ട് ഇങ്ങനെ അതിന്റെ ആ നെയ്യന്നെ ഇഷ്ടം പോലെ ഉണ്ടാവൂലേ? ഒന്നും ആവൂല. കറുപ്പ് കളർ അയക്കണമെന്ന് നോക്കി ഒന്നും മറിച്ചിടാം. ഇതിലധികം കുരുമുളക് കണ്ടിട്ടോ. അപ്പുറത്തെ സൈഡിൽ അത്യാവശ്യം വല്ലോടത്ത് കിട്ടണമെങ്കിൽ വെതറിയാൽ മതി. മറ്റേ ഒരു സൈഡിൽ ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും, ഒരു സൈഡിൽ ചിലപ്പോൾ ടേസ്റ്റ് കൂടും. വെളുത്തുള്ളി വേണം, ഇത്രയൊന്നും വേണ്ട. ആ വക പരിപാടി ഒന്നും ചേട്ടാ, നിങ്ങൾ ജർസിക്കാരല്ല അല്ലേ? കളിക്ക് നോമ്പൊക്കെ തുറന്നിട്ടാണ് കേട്ടോ ഈ ഒരു കലാപരിപാടിക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരൊന്ന് കിച്ചണിൽ കയറുന്നു പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്തൊക്കെയോ കിട്ടുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ലാസ്റ്റ് വരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക, എന്തൊക്കെയാണോ സംഭവിക്കുക, എന്തൊക്കെയാണോ തിന്നാൻ കിട്ടുക. അത് ഞാൻ ഹോട്ടലിൽ പോയി കഴിക്കേണ്ടതൊന്നും അറിയില്ല. എന്തായാലും നല്ല രസമുണ്ട് ഒരു കുക്കിംഗ് കാണാൻ. അപ്പഴും തീരെ ഹലാലാത്ത അന്വേഷിച്ച് നിക്കണേ. നല്ല ടേസ്റ്റ് അല്ലേ? ഇട്ടുകൊണ്ടിരിക്കുന്നത് ഒറിഗാനോ ആണ് കേട്ടോ. ശരിക്കും ഇതിൽ നമ്മുടെ എന്താ പറയുക, കസൂരി മേത്തിൻ്റെ ഇലയാണ് ഇടുന്നത്. പക്ഷെ അത് അവർ മറന്നു പോയിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളതാണ്. WAGYU വാഗ്യു ബീഫ് അടിച്ചോക്ക്. ഈ യുദ്ധങ്ങളെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, പേടിക്കണ്ട. അറിയാം ഈ പറിച്ച് ലാസ്റ്റ് തീരും.
ബീറ്റ് പെട്ടെന്ന് ഇതെന്താ കാട്ടാൻ പോണ്? ഉള്ളത്തെ നോക്കാം. ഫാറ്റും ഉള്ളല്ലേ പെട്ടെന്ന് പോകും. നോക്കാം. എല്ലാം ഇത് തിന്നാൻ ബാക്കി ഉണ്ടാവുക. എന്താ പറയാ? സൂപ്പർ. നല്ല രസമുണ്ട്. അതന്നെ ഞാൻ ആലോചിക്കണത്. രസമുണ്ട്, സംഭവം രസമുണ്ട്. നമ്മൾ പണ്ട് മക്കൾക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഈ മീനും ഇറച്ചൊക്കെ ഉപ്പിട്ട് ഉമ്മ വേവിക്കൽ അടുപ്പത്ത് കുരുമുളക് ഉപ്പ് മാത്രമേ ഇടുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഒലിവ് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ മേലെ മാത്രം ഒന്നും ഒഴിച്ചെടുക്കുക. അത് വേണ്ട, ഇതിൽ തന്നെ ഫാറ്റ് ഉണ്ടാവും, അതും ഒഴിക്കണമെന്നില്ല അല്ലേ? ഇന്ന് നല്ല എണ്ണ ഇറങ്ങിയിട്ടുണ്ട്, നല്ല ഫാറ്റ് ഉണ്ട്. ഇതൊക്കെ അതിന്റെ എണ്ണ കാണിച്ചത്. പിന്നെ എണ്ണ ഇട്ടതൊക്കെ കല്ലുമിട്ട് വേവിക്കുന്ന സാധനമാണ് ഇത്. കല്ലുമ്മലേ, കല്ലുചട്ടിയില്. ഒരു കാര്യം പ്രത്യേകം പറയാൻ മറന്നുപോയി. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടടുത്തൊരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അതൊക്കെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് എൻ്റെ വീഡിയോസ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. തീരുമാനമായിക്കണം. എത്ര എണ്ണ വെച്ചിട്ടാ? അതിന്റെ ഫാറ്റാണ്, വെള്ളല്ലേ അതിന്റെ ഫാറ്റാണുള്ളത്. ഇത് മതിയാവും നമുക്ക്. കാര്യല്ല, എന്താ വില അറിയോ? നാട്ടില് ഒരു കിലോ ബീഫ് ഒന്നും ഇല്ലട്ടാ. ഞാൻ ഓയിലൊന്നും വെച്ചില്ല, ഒരു തുള്ളി ഒലിവ് ഓയിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടിച്ച് നല്ല ചട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷെ ഇതിന്റെ നെയ്യ് തന്നെ നല്ലണ്ട് ഇറങ്ങിയിട്ട് എത്രപ്പോരം നെയ്യ് ഉണ്ടെന്ന് അറിയാം. തീ ലോ ഫ്ലെയിമിലും അടിക്കാണ്. എന്നിട്ടോ ഹലോ, വീഡിയോ കോളോടെ ഞാനായിട്ട് ഉണ്ടാക്കിയത് അറിഞ്ഞിട്ട് പോലെ. ഉണ്ടാവില്ലേ നമുക്കറിയില്ല. അടുത്ത നോക്കാം, അടുത്ത ഒന്നും കൂടെ എക്സ്പീരിയൻസ് ആവുമല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ വലിയ എല്ലും കഷ്ണങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് ലാസ്റ്റൊക്കെ വെച്ചിട്ടായിരുന്നു. ഇനി അതും കൂടെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കഴിക്കാം. അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ഇതിൽ ഒത്തിരി ഒന്നുമില്ല, ചെറിയൊരു കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കരുത് നല്ലൊരു കമൻറ്റ് തരാൻ. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും റമദാൻ മുബാറക്, അതുപോലെ തന്നെ ഈദ് മുബാറക് ഇൻ അഡ്വാൻസ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.